ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് ആ കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറൊന്നും. ഇതാരാ പറയുന്നതെന്ന് അറിയാവോ? ഒരു ദൃക്സാക്ഷി. എന്തിന്റെ ദൃക്സാക്ഷിയാണെന്നറിയാവോ? നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആ ഒരു ആക്ടിങ് അല്ല, ഓരോ അവസ്ഥയുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ട്, അതിന്റെ ഒരു വിവരണം. അത് അതേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന വേറെ സ്ത്രീ കണ്ടിട്ട് അവരുടെ ഒരു അവർ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പാണേ. ഞാൻ കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഏറ്റവും വലിയ നാടകത്തിന്റെ തിരശീല വീണ ദിവസമാണ് കഴിഞ്ഞ ദിവസം. ഇലക്ഷൻ ജയിക്കാനായിട്ട് പല രീതിയിൽ പല പരിപാടികൾ കാണിക്കും. അതിന് മുമ്പ് ഒരു അത്യാവശ്യം അന്തസ്സുള്ള പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു. കിറ്റ് കൊടുത്തു, ആൾക്ക് ഉപയോഗമുള്ളതാണ്. ഈ പറയുന്ന ആരോഗ്യമന്ത്രി, ഇതിന് മുമ്പുണ്ടായിരുന്ന ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു. അവർ നല്ലൊരു ആരോഗ്യമന്ത്രിയായിരുന്നു. അവരുടെ സ്ഥാനത്തേക്ക് വന്ന് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഒരു പലപ്പോഴും ബാലിശമായിട്ടുള്ള പല പ്രസ്താവനകളല്ല, അവരുടെ രീതികൾ. ആളുകൾ വരുമ്പോഴത്തേക്കിനും എനിക്കറിയത്തില്ല, ഈ പറയുന്ന ഇടത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ കരിങ്കൊടി ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് പണ്ടേ. ഇവിടെ തന്നെ പല പ്രശ്നങ്ങളുടെയും പേരിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് തയ്ക്കുന്നു, അതുമായിട്ട് ആരോപണം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന മന്ത്രിക്ക് എന്തൊക്കെയാണെങ്കിലും അതിന്റെ ആരോപണം നേരിടേണ്ടി വരും. അതിനെ വളരെ മാന്യമായിട്ട് നേരിടാനുള്ളതിന് ആ വകുപ്പ് മേധാവിയായിരുന്ന, അല്ലെങ്കിൽ അന്ന് ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡോക്ടർ കാണിച്ചത് മണ്ടത്തരം, വിവരക്കേട്. അതിനുശേഷം ആ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെക്കാൾ കൂടുതൽ അവിടെ നിന്ന് അന്ന് നേഴ്സ് പരിപാടിക്ക് നിന്ന, അതായത് ഡോക്ടറെ കൂടെ നിന്ന് അറ്റൻഡറായിട്ട് നിന്ന നേഴ്സിനെ അവരുടെ സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി താൽക്കാലികമായിട്ട് അവർക്ക് സസ്പെൻഷനിലാവുന്നു. ഈ ആരോപണമെല്ലാം ഈ പറയുന്ന വകുപ്പ് മേധാവിയായിട്ടുള്ള മന്ത്രിക്ക് വരും. അത് ഈ വീണ ജോർജ് ആണ്. അവർക്ക് ഈ ആളുകൾ ആരോപണമായിട്ട് വരുമ്പോൾ, ഇവർ പ്രതിഷേധമായിട്ട് വരുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നാടകമാണ്. അതായത് ഇത്രത്തോളം നാണം കെട്ട, ഇത്രത്തോളം തരം താഴ്ന്ന ഒരു പ്രവൃത്തി ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിവിടെ ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഈ ദൃക്സാക്ഷി ഇതിന്റെ വിവരണം പറയുന്നതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഒരു മന്ത്രിക്ക് ഇത്രത്തോളം നാണമില്ലേ ഈ രീതിയിൽ PR ചെയ്യാനായിട്ട്? ഞാൻ കഴിഞ്ഞ അച്ചായന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, അച്ചായന്റെ PR ഏറ്റെടുത്ത ടീംസ് കുറച്ചുകൂടെ അച്ചായനെ ഇങ്ങനെയിട്ട് കരഞ്ഞു വിളിപ്പിക്കാതെ PR എടുപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലത്തെ ഏതോ PR ആണ് ഇവർ ഏറ്റെടുത്തതെന്ന് തോന്നുന്നു. ഒരു നാണവും ഇല്ലാതെ അവിടെ ആയിരുന്നു മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്കിനും ആ മുദ്രാവാക്യത്തിന്റെ തുപ്പൽ തെറിച്ച് വീണാന്ന് ഇവർക്ക് പെടലിക്ക് ബുദ്ധിമുട്ട് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ അറിയാത്തത്. അവിടെ ഒരു CCTVയിലോ വീഡിയോയിലോ ഒന്നും ആരും വന്ന് കയ്യേറ്റം ചെയ്യുന്നതായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇവർക്ക് പെടലിക്ക് പ്രശ്നമാണ്. ആ പ്രശ്നം എവിടെ വരെ പോയെന്നറിയാവോ? നിസാരം പെടലി പ്രശ്നം അങ്ങ് വന്ന് ICUവിലാവുന്നു. ICUവിൽ നിന്ന് സർജറി വരെ പോകേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വോയിസ് ക്ലിപ്പ് പൂർണ്ണമായിട്ട് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റും അല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിന്റെ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക, അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിൽ ഇട്ടപ്പോൾ എല്ലാവരും പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താബ വിളിച്ചു എന്നുള്ളത് സത്യമാണ്, രാജിവെക്കണം എന്നും പറഞ്ഞ്. എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കുറച്ചൊക്കെ ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവര് C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ, ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവം. അപ്പോൾ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളുടെ മൊഴിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവർ പറഞ്ഞതാണ് കേട്ടത്. ഇപ്പൊ ഇനിയിപ്പോൾ ഈ പറയുന്ന ദൃക്സാക്ഷി അവരുണ്ടാക്കി പറഞ്ഞാന്ന് പറഞ്ഞാലും ആക്കിക്കോട്ടെ, പക്ഷെ ഇതിനുള്ളൊരു തെളിവോ കാര്യങ്ങളോ എവിടെയും വന്നിട്ടില്ല ഇവരെ ഉപദ്രവിക്കുന്നതായിട്ട്. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു കൂസലും ഇല്ലാതെ, നാണവും ഇല്ലാതെ, ഒരു കേരളത്തിന്റെ ഒരു ആരോഗ്യ മേഖലയുടെ ഏറ്റവും മുതിർന്ന വ്യക്തി പോയി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവർക്ക് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കണ്ടല്ലോ. വയറ്റിൽ കത്രിക വെച്ച് തയ്ച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ട. ഒരു കാലുവേദനയായിട്ട് വന്ന യുവാവിന്റെ കാഴ്ച പോയതിനെ പറ്റിയിട്ട് ഏറ്റെടുക്കണ്ട. പല കുഞ്ഞുങ്ങളും ഇവിടെ നവജാത ശിശുക്കൾ ഹോസ്പിറ്റലിൽ മരിച്ചതിനെ പറ്റിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. ആ സമയത്ത് ഇതുപോലെ ബോധം കെട്ടവിടെ കിടന്നാൽ മതിയല്ലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദയവ് ചെയ്തിട്ട് ഇവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ബഹുമതി കൊടുക്കുക. കാര്യം ഇത്രത്തോളം വലിയ അഭിനയത്തിന് ഓസ്കാർ ഒന്നും കൊടുത്താൽ പറ്റത്തില്ല. ജനങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വരയുണ്ടല്ലോ, ഈ വര വീഴുന്നതിന് തൊട്ട് മുമ്പത്തുള്ള ആ ഒരു വര വീണ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഓട്ടം എന്ന് പറയുന്നത്. അതിലൂടെ ഈ പറയുന്ന അഭിനയത്തിനുള്ള മറുപടി, നിങ്ങളുടെ റിവാർഡ്, നിങ്ങളുടെ ഒരു ബഹുമതി ഈ പറയുന്ന ബഹുമാനിയായിട്ടുള്ള മന്ത്രിക്ക് നിങ്ങൾ കൊടുക്കണം. കാര്യം ഇത്രയും മോശമായിട്ട് അവിടെ ഉമ്മൻചാണ്ടി, ഇതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഏറ്റ കല്ലേറൊന്നും അവിടെ പറയാനോ അത് ന്യായീകരിക്കാനൊന്നും വരുന്നില്ല. പലരും ഇതിനു മുമ്പ് പല കാര്യങ്ങളും, പക്ഷെ അതൊന്നും ഇവിടെ പ്രസക്തമല്ല. അവര് ഏറുകൊണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, അത് പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞിട്ട് പെടലി ഒടിഞ്ഞു പോകാൻ പറ്റുന്ന അത്രത്തോളം എന്തോ പെടലിക്കകത്ത് വാഴപ്പിണ്ടിയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്.
ഞാൻ അങ്ങനെ കാര്യം ചോദിക്കുകയാണ്. കാര്യം മുദ്രാവാക്യം ദൂരെ നിന്ന് വിളിക്കുമ്പോഴത്തേന് ഈ പെടലി ഒടിയുമോ? ഇതൊരു അൺപാർലമെന്ററി വാക്കൊന്നുമല്ല. വാഴപ്പിണ്ടി നമ്മളെല്ലാം കഴിക്കുന്ന സാധനമാണ്. അതിന് അത്തിരി കട്ടി കുറഞ്ഞതാണ്. ഇതാണോ ഈ പെടലിക്കുള്ളതെന്നൊരു സംശയമുണ്ട്. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കാര്യം ആ രീതിയിലേക്കാണ്. കാര്യം ഒരു പോസ്റ്റ് വന്ന ഞാനിവിടെ നിന്ന് വായിക്കാം. വീണ ജോർജിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു, ശസ്ത്രക്രിയ വേണ്ട സാഹചര്യമില്ല. അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ട് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചാൽ പെടലിക്ക് ശസ്ത്രക്രിയ വരുന്ന ഒരു നാടാണോ നമ്മുടെ? അങ്ങനത്തെ ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു മനുഷ്യരാണോ? അത്രത്തോളം ആരോഗ്യമില്ലാത്ത ഈ മറ്റുള്ളവരുടെ മുദ്രാവാക്യം കേൾക്കുമ്പോഴത്തേക്കും പെടലി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരാളായിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി, അല്ല സോറി, നമ്മുടെ ആരോഗ്യമന്ത്രി നിങ്ങൾ കണ്ടേക്കുന്നത്? നിങ്ങളെന്ത് കളിയാക്കുമെന്നോ മാധ്യമക്കാര്? നിരന്തരം നിരീക്ഷണം ആവശ്യം, മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തുടങ്ങി. എന്തിനാണ് ഈ ICUവിൽ തുടരുന്നത്? ഈ ICUവിൽ എന്തിനാ തുടരുന്നത്? ഞാൻ ആലോചിക്കുകയാണ്. അവർക്ക് അഥവാ പെടലി വേദന ഉണ്ടെങ്കിൽ തന്നെ ഈ എന്താ പറയാ, മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിച്ചപ്പോൾ അതിന്റെ ഇടയിൽ അങ്ങോട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പെടലി ഇട്ട് തിരിച്ച് പെടലി വിളിക്കി കാണും. ഇതിന് വേണ്ടിയിട്ട് ICU കൊണ്ട് കിടത്തുന്നു. അതുപോലെ തന്നെ സർജറി വേണ്ട അവസ്ഥയിൽ. എന്തിനാ സർജറി നിസ്സാര കാര്യമാണോ? ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവർ ഈ പോയി അവിടെ കിടക്കുന്നതിന് ഇവിടെ കിടക്കുന്നതിനെല്ലാം വരുന്ന നികുതി ചെലവ്, നികുതി പണം ഈ പറയുന്ന മന്ത്രിയുടെയോ ഇല്ലെങ്കിൽ MLA ആയിരിക്കുന്ന വ്യക്തിയുടെ പോക്കറ്റിൽ നടത്തുന്നല്ലോ കൊടുക്കുന്ന. നമ്മൾ ഓരോ ആളുകളുടെയും നമ്മൾ ഓരോരുടെയും ഈ പറയുന്ന എന്താ പറയാ, നികുതി പണത്തിന്റെ അടുത്തല്ലേ ഇവരൊക്കെ ചികിത്സിക്കാൻ വേണ്ടി കൊടുക്കുന്നേ. അത് ഉള്ള കാര്യത്തിന് കൊടു. അല്ലാതെ ഇങ്ങനത്തെ ഉടായ്പ് കാണിച്ച് അഭിനയിച്ച് അവിടെ പോയി കിടക്കുന്നതിന്, എതിർ പാർട്ടിക്കാർ വന്നിട്ട് കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പേടിച്ച് കയറി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്, മറ്റുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് ഞങ്ങളുടെ നികുതി പണം എടുക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരണം. ഇവരാരെങ്കിലും പിടിച്ച് പിടിച്ചതായിട്ടുള്ള ഒരു തെളിവ് എവിടെയും ആർക്കും കൊണ്ടുവരാനും പറ്റുന്നില്ല. അത്യാവശ്യം അന്തസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ലേശമെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് എണ്ണീറ്റ് വന്നിട്ട് നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണം. ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഇല്ലേ സമ്മതിക്കണം. തെറ്റ് പറ്റിപ്പോയി എന്താ കുഴപ്പം? ഞാൻ ആരോഗ്യമന്ത്രിയാണ്. തെറ്റ് പറ്റിയ ഇവിടെ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ മേഖലയിലുണ്ട്. ഞാൻ തിരുത്താൻ ശ്രമിക്കാം. പോരെ, ഞാൻ തിരുത്തിപ്പിക്കാം. പോരെ, അതിനപ്പുറത്തേക്ക് തിരിച്ച് ഷൗട്ട് ചെയ്തോണ്ടില്ല. കരിങ്കൊടി കാണിച്ചത് പറ്റത്തില്ല. ഇടതുപക്ഷക്കാർക്കെല്ലാം എന്താ അറിയത്തില്ല. കരിങ്കൊടി കാണിച്ച അപ്പം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളുകൾ എടുത്തിട്ട് ഇടിക്കുക. ഏറ്റവും നല്ല പ്രതിപക്ഷത്തിരിക്കാൻ ഏറ്റവും പറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. കാര്യം കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്ത് എന്നുണ്ട് ആ സമയത്ത് ഭരിക്കുന്ന ആളുടെ പേര് കോൺഗ്രസ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം. ഇത് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കാൻ ഒട്ടും കൊള്ളാത്തവന്മാരാ. എവിടെങ്കിലും ഈ കാലഘട്ടത്തിനിടയിൽ ഇപ്പം ഈ അവസാന നിമിഷമല്ല, അതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടോ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള വാക്ക്? കേൾക്കത്തില്ല. അവന്മാർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഭരണം വേണം, അടി തമ്മിലിടി. അതിന്റെ അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷത്ത് വന്ന അന്ന് മുതൽ ഭയങ്കര വിപ്ലവമായിരിക്കും. അവർ അവിടെ നിന്ന് രാജിവെക്കണം, മറ്റേത് മറിച്ച് എല്ലാ വിഷയങ്ങളും പൊക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വര വീഴുന്ന നിമിഷം തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. വോട്ട് വേടം പറഞ്ഞ പോലെ വോട്ട് നോക്കി ചെയ്യുക, ആളെ നോക്കി ചെയ്യുക. കാര്യം ആ പരിപാടികളാണ്, ആര്യത്തെ പരിപാടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയം ഞാൻ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതായത് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതിൽ പലമാതിരി ആളുകളുണ്ട്. അവരുടെ പിതാവിന് ഹാർട്ടിന് പ്രശ്നമാണ്, വാൽവിന് പ്രശ്നമാണ്. സർജറി ചെയ്യാനായിട്ട് ഡേറ്റ് കൊടുത്തേക്ക് ഇതുവരെ പറ്റുന്നില്ല. എന്താണെന്നറിയോ? മെഡിക്കൽ കോളേജിനുള്ള ഇതായിട്ടില്ല, ഫണ്ട് ആയിട്ടില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല. മനുഷ്യൻ വർഷങ്ങളോളമായിട്ട് ഇടയ്ക്ക് ശ്വാസം മുട്ടൽ വരും, ഹോസ്പിറ്റലിൽ പോകും, തിരിച്ചു വരും, പിന്നെയും വിമിഷ്ടം വരും. ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നിൽക്കും ആ മനുഷ്യൻ. ഈ ഒരു മനുഷ്യൻ നാട്ടിലെ വ്യക്തിയാണേ. ആ മനുഷ്യൻ ഇപ്പോഴും ഈ സർജറി കാത്ത് കഴിയുമ്പോൾ, ആ മനുഷ്യന്റെ ജീവൻ നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ടിൽ കഴിയുമ്പോൾ, ഇപ്പോഴും ഡേറ്റ് കിട്ടാതെ കഴിയുമ്പോൾ, ഇതുപോലത്തെ മന്ത്രി ആയതിന്റെ പേരിൽ ഈ ആളുകളുടെ PR ഏറ്റുവാങ്ങിക്കൊണ്ട്, അല്ലെ PR ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ളവർ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ, ഇല്ലെങ്കിൽ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഒരു കൂസലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെതായ അവരുടെ അവര് അലങ്കരിക്കുന്ന പദവിയുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യം പറ്റിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോ ആളുകളുടെയും നികുതി പണം ഊറ്റി ഇതുപോലത്തെ ICU പോയി കൊടുക്കാൻ നാണവും കൂസലും ഇല്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് അപ്പുറത്തെ ആളുകളുണ്ട്. ആ ICUവിൽ അതേ സമയത്ത് കിടക്കാൻ യോഗ്യരായിട്ടോ പല ആളുകളും ഉണ്ട്. രോഗികൾ, അവർക്ക് അവിടെ കിടക്കണ്ടേ? ഇവരൊന്നും അല്ല അവിടെ പോയി കിടക്കേണ്ടത്. വോട്ട് കിട്ടാനാണെങ്കിൽ മാന്യമായിട്ട് നാട്ടിൽ ഇറങ്ങിയിട്ട് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കില്ലേ, നല്ല പ്രവർത്തനങ്ങൾ കാണിക്കും, വോട്ട് കിട്ടും. അല്ലാതെ ഇങ്ങനത്തെ ഉടായ്പ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കും. പണ്ടത്തെ ജനങ്ങളല്ല, ഇന്ന് ഒരുപാട് മാറി. സോഷ്യൽ മീഡിയ എല്ലാം മാറിയിട്ടുണ്ട്. ദൃക്സാക്ഷികൾ വരെ വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള കൂസൽ കാണിക്കില്ലെന്നുണ്ടെങ്കിൽ രാജി വെച്ചിട്ട് വീട്ടിൽ പോതേ പറയാനുള്ളത്. താൽക്കാലികമായിട്ട് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.